ബോട്ടിൽ തീപിടുത്തമുണ്ടാകാനുള്ള കാരണം വ്യക്തമല്ല. ശക്തമായിട്ടുള്ള ആക്രമണം നടക്കുന്ന ഒരു മേഖലയാണ് ഹോർമൂസ് കടലിടുക്ക്. ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചും അതോടൊപ്പം തന്നെ വെടിവെപ്പ് അത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ ബോട്ടുകൾക്ക് നേരെ നടക്കുന്നുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നുമാണ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ ഇത്തരത്തിലുള്ള ബോട്ടുകൾക്കും കപ്പലുകൾക്കും നേരെ ഉണ്ടാകുന്നത്. ഒരുപക്ഷെ അത്തരത്തിലുള്ള ഏതെങ്കിലും ആക്രമണത്തിന്റെ ഭാഗമായിട്ടാണോ തീപിടുത്തം ഉണ്ടായതെന്ന് വ്യക്തമല്ല. ഏതായാലും 18 ജീവനക്കാരാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത്. ദുബായിൽ നിന്നും യമനിലേക്ക് ചരക്കുമായി പോകുകയായിരുന്നു ബോട്ട്. ഈ തീപിടുത്തം ഉണ്ടായതിനെ തുടർന്ന് സമീപത്തെ ബോട്ടിലുണ്ടായിരുന്നവർ വന്നിട്ടാണ് ഇവരെ രക്ഷിക്കുന്നത്. 18 പേരിൽ ഒരാൾ മരിച്ചു. എഞ്ചിൻ ഡ്രൈവറാണ് മരിച്ചത്. ഗുജറാത്ത് സ്വദേശിയായിട്ടുള്ള അൽത്താഫ് ആണ് മരിച്ചത് എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. അൽത്താഫ് തലാബാണ് മരിച്ചതെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. ഏതായാലും മറ്റ് ഈ പരിക്കേറ്റ 4 പേരെ ദുബായിലെ ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അവർ നിരീക്ഷണത്തിലാണ്. പരിക്ക് അല്പം ഗുരുതരമാണെന്നാണ് വ്യക്തമാകുന്നത്. ബോട്ട് പൂർണ്ണമായും മുങ്ങിയെന്നും വിവരം ലഭിക്കുന്നുണ്ട്. ഇന്നലെ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റും ഇത്തരത്തിലുള്ള ഒരു വിവരം ഉണ്ടായിരുന്നു. ഈ ഹോർമൂസ് കടലിടുക്കിൽ ഒരു ഇന്ത്യക്കാരൻ മരിച്ചു, കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വാർത്ത കോൺസുലേറ്റും സ്ഥിരീകരിച്ചിരുന്നു. ഏതായാലും ശക്തമായിട്ടുള്ള ഒരു സംഘർഷം ഇപ്പോഴും ആ മേഖലയിൽ തുടരുന്നുണ്ട്. ഇത്തരത്തിൽ ബോട്ടുകൾക്ക് നേരെയും കപ്പലുകൾക്ക് നേരെയും എണ്ണ ടാങ്കറുകൾക്ക് നേരെയും ഒക്കെ ആക്രമണം തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത ഈ മേഖലയിൽ ഇപ്പോഴും തുടരുകയാണ്.